ഗുഡ് മോർണിംഗ്. ഞാനിന്നൊരു മോർണിംഗ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്നിരിക്കുന്നതാണ് ഞാൻ. രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചായക്കാൻ വെച്ചു. നമ്മളിവിടെ പാലിട്ടല്ല ചായ വയ്ക്കണ, പാൽപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ രാവിലെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോൾ ഈ അപ്പം വട്ടയപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു മാവ് വാങ്ങിയായിരുന്നു. ആ മാവ് ഞാൻ പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട്, അപ്പോൾ അത് ഞാൻ വിചാരിച്ചിട്ടൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഇങ്ങനെ ചെറിയ ചെറിയ വട്ടയപ്പം പോലെ ഉണ്ടാക്കിയാൽ പിള്ളേർക്കും കൊടുക്കാം, നമുക്കും രാവിലെ കഴിക്കാം. അപ്പോൾ അങ്ങനെ വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ചായ സൈഡിലിരുന്ന് തിളക്കുന്നുണ്ട്. ഞാനപ്പോൾ ചായപ്പൊടിയൊക്കെ ഇട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാൽ ചായ അല്ല ഉണ്ടാക്കുന്ന, മറ്റേ ചായ പൊടി ഇട്ടതുകൊണ്ട് നല്ല കടുപ്പത്തിൽ ചായപ്പൊടി ഇടണം. പിന്നെ നമ്മൾ രാത്രി തന്നെ പാത്രമൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഡിഷ് വാഷറിലിടും. അപ്പോൾ അതെല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാൽപ്പൊടിയൊക്കെ ഇട്ടു, ചായ വയ്ക്കാൻ പോവുകയാണ്. രാവിലെ ഒരു ചായ ഫ്രഷ് ആയിട്ടങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ടങ്ങ് ഡേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഈ വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചല്ലോ. അപ്പോൾ ഞാൻ ആ വട്ടയപ്പത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഏത്തപ്പഴം ഇങ്ങനെ അരിഞ്ഞ് ഇടില്ല ചിലർ, അല്ലെങ്കിൽ ചെറിയ ഇത് മുന്തിരിയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ മുന്തിരി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഏത്തപ്പഴം ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 3 പേർക്കും 3 ഗ്ലാസ് ചായ ഇവിടെ കടുപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടികളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏത്തപ്പഴം എടുത്ത് അത് വട്ടം വട്ടം ഞാൻ കട്ട് ചെയ്തു. ഒരു ഏത്തപ്പഴം എടുത്തുള്ളൂ, അതെല്ലാവർക്കും അതിന് റെഡി ആവും. അപ്പം ഞാൻ ആ ഒരു ഏത്തപ്പഴം എടുത്തിട്ട് റൗണ്ടിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് എണ്ണ തൂക്കിയിട്ട് നമ്മൾ നോർമൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഈ ഓരോ ഇതിലേക്കും മാവ് ഒഴിച്ചിട്ട്, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ, എല്ലാവരും ഉണ്ടാക്കുന്ന ഇതുപോലെ തന്നെ ഞാനും ഇന്നൊരു തട്ടിക്കൂട്ട് വട്ടയപ്പം ഉണ്ടാക്കാൻ പോകുന്നു. പിന്നെ നമ്മളെന്താ പിന്നെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഞാൻ ഇന്ന് ഇതും കൊടുത്തു വിടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പൂരി കൊടുത്തു വിടുന്നുണ്ട്. ഞാൻ രാവിലെ ഈ മാവ് ഒന്നും എടുത്ത് പരത്തി ഒന്നും പൂരി ഉണ്ടാക്കാൻ അത്ര ഇതാവുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ നമ്മൾ പാക്കറ്റ് ചപ്പാത്തി വാങ്ങുമല്ലോ, അത് എപ്പോഴും അല്ല, ഇടയ്ക്ക് അത് വാങ്ങിയിട്ട് പിള്ളേർക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് പൂരി പോലെ എണ്ണയിലിട്ട് പൊരിച്ചു കൊടുക്കും. അപ്പോൾ ഇതുണ്ടാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാനിതിൽ ഓരോന്നിലായിട്ട് ഏത്തപ്പഴം വട്ടത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ വട്ടയപ്പം. ഞാൻ വിചാരിച്ച പോലെയല്ല, ഞാൻ വാങ്ങിയത് കൊണ്ട് മാവ് എങ്ങനെയാവുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമില്ലെന്നല്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചു, അടച്ചു, അങ്ങനെ വേവിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ചപ്പാത്തി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിള്ളേർക്ക് ചപ്പാത്തി അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ചപ്പാത്തി ആയിട്ടല്ല കൊടുത്തു വിടണം, പൂരിയായിട്ട് തന്നെ അത് എണ്ണയിലിട്ട് വറുത്ത് കൊടുത്തു വിടും. അത് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും അവർക്ക് വേണ്ട. ഇതും എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊടുത്താൽ അവർക്കത് മതി. അപ്പോൾ ഇത് ഒരു ചപ്പാത്തി ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേർക്കും കൂടി ചെറിയ ചെറിയ പീസാകുമ്പോൾ രണ്ടുപേർക്കും കൂടി മതിയാവും, ഒരു 10 മണിക്ക് കഴിക്കാൻ. പിന്നെ രാവിലെ നമ്മുടെ റോബോട്ട് ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വട്ടയപ്പം ഞാൻ തുറന്നു നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് നല്ല പൊങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ഇഡ്ഡലി പോലെ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഇടയ്ക്ക് ഒട്ടിപ്പിടിക്കാറുണ്ട്. നമ്മൾ എണ്ണ തേച്ചാൽ കൂടി ഇടയ്ക്ക് ഒട്ടിപ്പിടിക്കും. പക്ഷെ ഇത് നല്ല സ്മൂത്തായിട്ട് ഓരോന്നും എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ 2 തട്ടിലേയും ഇതെടുത്ത് അതിൻ്റെ കാസറോളിലേക്ക് വെച്ച് അങ്ങനെ അടച്ചു വെച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെന്താ നേരത്തെ പറഞ്ഞത്, നമ്മുടെ പൂരി അത് റെഡിയാക്കാൻ പോവുകയാണ്. ഞാനപ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് പൂരി വറുക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഞാനിത് പിള്ളേരുടെ സ്നാക്സ് രാവിലെ ഒരു 10 മണിക്കും പിന്നെ ഒരു 2 മണിക്കും ഒരു 12:30 ആകുമ്പോൾ കഴിക്കും. അപ്പോൾ ഇന്ന് ചോറില്ല, ഇന്നവർക്ക് ഞാൻ ചോറ് വെച്ചില്ല, സാറ്റർഡേ ആയതുകൊണ്ട് എനിക്കും മടി. അപ്പോൾ അവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചോറ് സ്കിപ്പ് ചെയ്തിട്ട് ഇതുപോലെ എന്തെങ്കിലും വെച്ച് കൊടുക്കാറുണ്ട്, അവർ കഴിക്കാറുമുണ്ട്. പിന്നെ ഞാൻ ആ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഞാനൊരു 3 മുട്ടയും കൂടി പുഴുങ്ങാൻ വെച്ചു. പിന്നെ ഒരു ഏത്തപ്പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഞാൻ ആ മുട്ട പുഴുങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഏത്തപ്പഴവും കൂടി ഞാനങ്ങോട്ട് പുഴുങ്ങാൻ വെച്ചു. അപ്പോൾ നമുക്ക് രാവിലെ അതും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാമല്ലോ എന്നോർത്ത് അതും അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ വെച്ചു. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കാണാം. അപ്പോൾ നമ്മൾ കിയാറ് എഴുന്നേറ്റു, കേക്ക് നേരത്തെ എഴുന്നേറ്റു, ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ബാക്കി ഉണ്ടായിരുന്ന മാവ് ഞാനൊരു പാത്രത്തിലേക്ക് വെച്ച്, ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഞാൻ നാളെ ഇനി പിള്ളേർക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം. ബൈ.